ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ഹൽവ അത് മുറിച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഡൈനിങ് ടേബിൾ ഹൽവ വെച്ചിട്ട് രേവതി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതിയും വന്ന് അത് കഴിക്കുന്നുണ്ടല്ലേ. എന്തായാലും നമ്മുടെ സച്ചിയുടെ രേവതിയുടെ റൊമാൻസ് അവിടെ നടന്നില്ല എന്നെങ്കിലും നമ്മുടെ ശ്രുതിയുടെ റൊമാൻസ് ഹൽവ കഴിക്കുന്ന നേരത്ത് നല്ല രീതിയിൽ തന്നെ അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഹലുവ കഴിച്ചതിന് ശേഷം ശ്രുതിയും റൂമിലേക്ക് പോയി കഴിഞ്ഞ് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് വന്ന് കടന്നിട്ട് സച്ചിനെ വിളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി ഭയങ്കര പിണക്കത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയും കയ്യെ കഴുകി റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തായാലും ആരായിരിക്കും ഹലുവ അവിടെ കൊണ്ടുവച്ചത്, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയാണ് മറ്റാരുമില്ല ഞാനാണെന്ന് പറയട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി വേഗം ചോദിക്കുന്നുണ്ട്, ശ്രുതിയാണ് കൊണ്ടുപോയി വെച്ചത്, എന്നിട്ട് എന്താ പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിനക്കൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഹാളിൽ കൊണ്ടുപോയി വെച്ചത്, ഭാഗ്യം കൊണ്ട് സച്ചി ആരും കണ്ടില്ല എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് ശ്രുതി പറയുന്നത്, എന്തായാലും ഹൽവ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതൊക്കെ പോട്ടെ ശ്രുതിക്ക് എവിടെ നിന്ന് ഹൽവ മേടിക്കാൻ പൈസ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഹൽവ ഭയങ്കര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം മേടിച്ച് നിനക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചാണെന്നൊക്കെ നമ്മുടെ ശ്രുതി ഒരുപാട് നുണകൾ ഇങ്ങനെ പറയാട്ടെ. പക്ഷെ ശ്രുതി നുണ പറയുന്നതാണെന്ന് മനസ്സിലാക്കാതെ തന്നെ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ശ്രുതി വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും ഹൽവ അവിടെ കൊണ്ടുവച്ചത്, ആരായാലും അവൻ്റെ കഷ്ടകാലം എനിക്ക് നല്ല കാലം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി തിരിഞ്ഞ് രേവതിയെ നോക്കുന്ന സമയത്ത് രേവതി ഉറങ്ങാതെ തന്നെ കിടക്കായിരിക്കും കേട്ടോ. പെട്ടെന്ന് സച്ചി പുഞ്ചിരിയോട് കൂടി തന്നെ രേവതിയുടെ നേർക്ക് തിരിഞ്ഞിറക്കും. രേവതി സച്ചിയുടെ നേർക്ക് തിരിഞ്ഞിറക്കുന്നുണ്ട്. പതിയെ രണ്ടുപേർക്കും ഇടയിലായിട്ട് ചെറിയൊരു റൊമാൻസ് ഒക്കെ വർക്കൗട്ടായി തുടങ്ങുക കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്രയ്ക്ക് വൈകി ഭക്ഷണം കഴിച്ചതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ ഗ്യാസ് കയറുകയാണ്. അതുകൊണ്ട് പുറത്താണോ നെഞ്ചത്താണോ എവിടേക്കോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട്. ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈറ്റിട്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്ക് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചന്ദ്ര എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല രവിയേട്ട എനിക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ട്, നെഞ്ചത്താണോ അതോ പുറത്താണോ അങ്ങനെയൊക്കെ എന്തൊക്കെയൊരു വേദന പോലെ എന്നൊക്കെ പറയുന്ന സമയത്ത്, നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ വൈകി ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം ദഹിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, നീ ഒരു കാര്യം ചെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ അത് ശരിയാവുമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് രവി ചോദിക്കുന്നത്, നീ എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഹാളിൽ പോയി മര്യാദയ്ക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പോകരുത്, നീ ഇവിടെ ഇത്ര ഇട്ടാവട്ടത് എന്നുള്ള നടപ്പാക്കും മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അങ്ങനെ നടന്നാൽ ശരിയാവില്ല രവിയേട്ടാ, ഹാളിൽ കൂടെ തന്നെ മര്യാദയ്ക്ക് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവാട്ടെ. രവി മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സച്ചിയും രേവതി ഹാളിലാണല്ലോ കടന്നിറങ്ങുന്നത്, അവർക്കൊരു ശല്യമാകണ്ട എന്ന് കരുതിക്കൊണ്ടാണ് രവി ചന്ദ്രയെ റൂമിൽ തന്നെ പിടിച്ചിരുത്താൻ നോക്കുന്നത്. എന്നാൽ ചന്ദ്രയ്ക്കാണെങ്കിലും രവിയുടെ വാക്ക് കേൾക്കാതെ തന്നെ ഹാളിലേക്ക് ചെല്ലുകയാണ്. ഹാളിലേക്ക് ചെന്നിട്ട് ഏമ്പക്കം വിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചിയുടെ രേവതിയും റൊമാൻസിനിടയ്ക്ക് ചെറിയൊരു ബ്രോക്ക് വീഴാൻ കേട്ടോ. രേവതി വേഗം തന്നെ എഴുന്നേറ്റ് ചന്ദ്രയെ നോക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഏമ്പക്കം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്താ പറ്റി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നിന്റെ ഉറക്കാരും ഞാൻ കളഞ്ഞോ, നിനക്ക് കടന്ന് ഉറങ്ങാൻ പാടില്ലേ, നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും നടക്കാൻ പറ്റുന്നില്ല. സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്ന് ഒരു കാര്യം നടക്കില്ല നിങ്ങൾ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും, എന്ത് കാര്യമാണ് ഞാൻ നിന്നെ നിർത്തിയതെന്ന് ചന്ദ്ര ചോദിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി ഒരു ചമ്മയെ നോട്ടത്തോടു കൂടി തന്നെ സച്ചിയെ നോക്കുന്ന സമയത്ത്, ഒന്നുമില്ല, എൻ്റെ ഉറക്കവും പോയി എല്ലാം പോയി, നിങ്ങൾ ലൈറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ, എനിക്ക് നാളെ ജോലിക്ക് പോകാനുള്ള ആ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് സച്ചി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയെ നോക്കിയൊരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷവും നെഞ്ചൊക്കെ തിരുമ്മിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോഴത്തേക്കും രേവതി വേഗം നീന്നിട്ട് ചന്ദ്രയോട് അടി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റി, രാത്രിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, വിശേഷങ്ങളൊന്നും തന്നെ പറയാൻ നേരമില്ല, നീ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് നമ്മുടെ രേവതിയോട് പറയണം. രേവതി അങ്ങനെ അടുക്കളയിലേക്ക് കയറി പോട്ടോ. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് ചൂടുവെള്ളം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഇത് വലിയ താമസമില്ലാതെ മാറും, ഒരു 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിലൂടെ നടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നത് സച്ചി കേൾക്കുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓഹോ അപ്പം ഇന്ന് ശിവരാത്രി ആക്കാനുള്ള നിലപാടാണല്ലോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പായും തലേണയും ബെഡ്ഷീറ്റൊക്കെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്തുണ്ട്. ചന്ദ്രയെ കളിയാക്കുന്ന രീതിക്ക് ചന്ദ്ര കാണിക്കുന്ന പോലെ തന്നെ ദേമ്പക്കവും ഇട്ട് ദേഷ്യത്തോട് കൂടിയിട്ടുണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ സച്ചിയുടെ നടപ്പും പോക്ക് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അടുക്കളയുടെ സൈഡിൽ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിച്ചിരിക്കുന്നത് പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയെ നല്ല രീതിയിൽ തന്നെ ഇടിച്ച് പിരിഞ്ഞെടുക്കാണ്ട് ബാമ. ചന്ദ്ര പറയുന്നുണ്ട്, ബാമയെ പതുക്കെ ഇടിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാമ പറയുന്നുണ്ട്, ഈ പതുക്കെ ഇടിച്ചാൽ ശരിയാവില്ല, ഇത് നല്ല രീതിയിൽ തന്നെ ഗ്യാസ് തട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ മുറുക്കി ഇടിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ശ്രുതിക്കും എന്തിന് വർഷയ്ക്ക് ശ്രീകാന്തിനും വരെ ഭയങ്കര സങ്കടമായിട്ട്, കാരണം അതേപോലെ നല്ല രീതിയിലാണ്
ഭാമ ചന്ദ്രയ്ക്കായിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ശ്രുതി വർഷയോടായിട്ട് ചോദിക്കുന്നു, നീ എന്തിനാ വർഷ സമയം തെറ്റി നേരത്തെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാനായിട്ട് ആൻറ്റിക്ക് ഭക്ഷണം കൊടുത്തല്ല, ആൻറ്റി പറ, ആൻറ്റിനെ കൂടി ഞാൻ നിർബന്ധിച്ച് തീറ്റിച്ചതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം, പക്ഷേ എനിക്കിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മതി എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, എന്തായാലും ഇതൊരു ചെറിയ ഡീലൂടെ ഒന്നും ശരിയാവും തോന്നുന്നില്ല, നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഗ്യാസ് നെഞ്ചത്തും പുറത്തുമൊക്കെ നന്നായിട്ട് തട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഭാമ പറയാം, അതെനിക്കറിയാം രവിയായിട്ട്, അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇടിച്ച് പിരിഞ്ഞെടുക്കുന്നത്. ഒരു കാര്യം ചെയ്യേ രേവതി, നീ നല്ല ജോലിയൊക്കെ ചെയ്ത് ശീലമുള്ള, നിന്റെ കൈ കൊണ്ട് ഇടിച്ചെന്ന് ശരിയാവും, നീ വന്ന് ഇടിക്കാൻ പറയാം കേട്ടോ. രേവതി ആണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല അമ്മയെ ഇടിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി നിനക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് ആണ്, ഇതൊരിക്കലും മിസ്സാക്കുക, നല്ല രീതിയിൽ തന്നെ അമ്മേനെ കൈകാര്യം ചെയ്തോളാനായിട്ട് നമ്മൾ സച്ചി പറയുകയാണ്. ഇത് കേൾക്കുന്ന നേരത്തെ നമ്മുടെ ചന്ദ്ര ദയനീയമായി തന്നെ സച്ചിയെ രേവതിയെ നോക്കുകയാണ്. കാരണം അങ്ങനെ നോക്കാനല്ല നമ്മുടെ ചന്ദ്രയ്ക്ക് ഒച്ചപ്പാടുണ്ടാക്കാൻ ഒന്നും പറ്റുന്നില്ല, അതേ രീതിക്ക് ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ചന്ദ്രയ്ക്കുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് വേഗം ശ്രുതിയോടായിട്ട് ചോദിക്കും, ശ്രുതി നിനക്ക് നീ ഒന്ന് മസാജ് ചെയ്യുന്നില്ല, നീ ഒന്ന് മസാജ് ചെയ്താൽ കൊടുത്താൽ ശരിയാവുകയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഇത് മസാജിലൂടെ മാറുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും വരികയില്ല, ഞാൻ ഇവിടെ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാം, എനിക്ക് ഇവിടെ നിന്ന് ശരിയാക്കാൻ മതി എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും, അത് മട്ടത്തും കൊണ്ടുമല്ല, അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് നമ്മുടെ സച്ചി പറയേണ്ടത്. കേൾക്കുമ്പോഴത്തേക്കും വർഷ ചിരിക്കുകയാണ്. വേഗം തന്നെ ശ്രീകാന്ത് വർഷയുടെ തോളത്തേക്ക് തട്ടിയിട്ട് മിണ്ടാതിരിക്കാനായിട്ട് പറയാണ്ടോ. അങ്ങനെ നമ്മുടെ ഭാമ വീണ്ടും ചന്ദ്ര ഇടിച്ചുകൊണ്ടാണ് ഇരിക്കാറ്. എന്നിട്ട് എന്ത് ചെയ്തിട്ട് ശരിയാവില്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഭാമ പറയുന്നുണ്ട്, നിനക്ക് ഭക്ഷണം സമയം കിട്ടി നേരത്തെ കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചന്ദ്ര, എപ്പോഴും നമ്മൾ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാറുള്ളത്, എന്നെ തന്നെ രാത്രിക്ക് ഒന്നുകിൽ 10 ചപ്പാത്തി അല്ലെങ്കിൽ 10 ദോശ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും വാ പൊളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി രവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ലൈറ്റായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭാമയുടെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം ഇതാണെന്ന് രവി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭാമ വീണ്ടും ചന്ദ്രയെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ വെറുതെ ഇടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കാര്യമില്ലല്ലോ, ഗ്യാസ് മര്യാദയ്ക്ക് പോകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മാറാനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് സച്ചി വേഗം എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഒലക്കെടുത്തൊരു ഒറ്റ കുത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചന്ദ്രയുടെ നേരെ കാണിക്കുന്ന സമയത്ത് ചന്ദ്ര പേടിച്ച് ചാടി എഴുന്നേൽക്കാണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്രയുടെ ഗ്യാസ് മുഴുവൻ പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആവാണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ എനിക്ക് ആശ്വാസമായി, എൻ്റെ ഗ്യാസ് പോയി, എത്ര നേരമായി ഞങ്ങളൊന്ന് ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, ബാക്കിയുള്ളവനെ ഉറക്കം കളഞ്ഞ് ഇങ്ങനെ രാത്രി മര്യാദയ്ക്ക് ഉറക്കിയിട്ടും കൂടെ ഇല്ല, ഇനി മേലെ ഇതുപോലെ ഭക്ഷണമൊന്നും കഴിച്ചേക്കരുത് ചന്ദ്രയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഭാമയാണ് കൈയൊക്കെ കുടഞ്ഞുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൈ ആകെ പോയി നിന്നെ ഇടിച്ചിടിച്ച്, എനിക്ക് ആകെ വിശന്നിട്ട് മേലാൽ രേവതി കുറച്ച് ഭക്ഷണം എടുത്ത് വെക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭാമ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സോഫ സെറ്റൊക്കെ അടുക്കി ഒതുക്കി തലേണയിലെ പൊടിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെക്കുകയാട്ടോ നമ്മുടെ ചന്ദ്ര. ഈ ഒരു സമയത്ത് രേവതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. രാവിലെ ആകുമ്പോൾ തന്നെ നമ്മൾ പോവും, ഒരു കാര്യം കുടുംബത്തിൽ നോക്കിയില്ല എന്നൊക്കെ പറയാം കേട്ടോ. പെട്ടെന്നാണ് കോളിംബെൽ അടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നത്, പൂക്കാരിയെ കാണാൻ വന്നായിരിക്കും പൂ മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. എന്നാൽ അവിടെ കാണുന്നത് നമ്മുടെ മഹിമയാണ്. മഹിമയെ കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. മഹിമയെ അകത്ത് കയറ്റി ഇരുത്തിയതിന് ശേഷം ജ്യൂസ് വേണോ, ചായ വേണോ, പാല് വേണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും. തനിക്കിപ്പോൾ ഒന്നും തന്നെ വേണ്ട, താൻ ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്നൊക്കെ മഹിമ പറഞ്ഞതിന് ശേഷം മൗനമായിട്ട് തന്നെ മഹിമ നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹിമയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല ചന്ദ്രയ്ക്ക് അറിയാലോ, എൻ്റെ മോളുടെ കല്യാണം നടത്തിയിരിക്കുന്നത് നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്നിരുന്നാലും നാട്ടുകാർക്ക് മുന്നിൽ നിങ്ങൾ നല്ലൊരു കുടുംബത്തിലേക്കാണ് കെട്ടിച്ചു വിട്ടതെന്ന് അറിയാനായിട്ടാണ് ഞാനിങ്ങനെ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങ് ഒരു കാരണവശാലും മലങ്കോലമാവാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മഹിമ പറയുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, മഹിമ എന്താ പറഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, കൃത്യമായിട്ട് പറയാമോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ മധുവേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും. അവരെല്ലാം നല്ല സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു പ്രശ്നത്തോടെ ഉണ്ടാവാൻ പാടില്ല. നേരത്തെ ഒരു ഫംഗ്ഷൻ നടന്ന സമയത്ത് തന്നെ എന്തൊക്കെ സംഭവിച്ചതെന്ന് ചന്ദ്രയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ മഹിമ പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇനി മഹിമ പറയേണ്ട കാര്യമില്ല, എനിക്ക് മനസ്സിലായി, ഇവിടെ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരൊറ്റ ആളുള്ള സച്ചി മാത്രമാണെന്ന് പറയുമ്പോഴത്തേക്കും മഹിമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മഹിമ എന്താണ് മനസ്സിൽ ചിന്തിച്ചത് ആ ഒരു കാര്യമാണ് ചന്ദ്ര അവിടെ പറയുന്നത്. ഈ ഒരു സമയത്ത് മഹിമയ്ക്ക് കേട്ട് ചന്ദ്ര വാക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കാരണവശാലും സച്ചി ചടങ്ങിൽ പങ്കെടുക്കുകയില്ല, ആ ഒരു വാക്ക് ഞാൻ മഹിമയ്ക്ക് തരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കേട്ട് വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന മഹിമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.